നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യം പഠിച്ചു. അതോടൊപ്പം തന്നെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൻ്റെ റൂൾസ് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്താണെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ആ റെഡിങ്ങിൽ കൊടുത്തേക്കുന്ന ഭാഗം നോക്കുക. ദ ബുക്ക് വിച്ച് ദ ട്രാൻസാക്ഷൻസ് ഈസ് റെക്കോർഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. അതായത് ആദ്യമായിട്ട് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ വിളിക്കുന്ന പേരാണ് ഈസ് കോൾഡ് ജേണൽ ഓർ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. രണ്ട് പേരാണ് അതിനുള്ളത്. ജേണൽ എന്ന് വിളിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ദ ബുക്ക് ഇൻ വിച്ച് ദ ട്രാൻസാക്ഷൻസ് ഈസ് റെക്കോർഡഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് ട്രാൻസാക്ഷൻ നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തുന്ന ആ ബുക്കിൻ്റെ പേരാണ് ജേണൽ. ഇനി അടുത്തതായിട്ട് ദ സോഴ്സ് ഡോക്യുമെൻറ്റ് ആസ് ഡിസ്കസ്ഡ് എയർലിയർ ഈസ് റിക്വയർഡ് ടു റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ ഇൻ ദ ജേണൽ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എങ്ങനെയാണ് ജേണലിലോട്ട് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നത്. നമ്മൾ ചുമ്മാ രേഖപ്പെടുത്തിയാൽ പോരാ, അതിനൊരു സോഴ്സ് ഡോക്യുമെൻറ്റ് വേണം, അതായത് അതിനൊരു തെളിവ് വേണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാഷ് മെമ്മോ, ഇൻവോയ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ബില്ലുകൾ, ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവിനെയാണ് നമ്മൾ ഈ ബില്ലെന്ന് വിളിക്കുന്നത്. എല്ലാ ഇടപാടിനും നമ്മൾ ബില്ല് കയ്യിൽ സൂക്ഷിക്കും. അപ്പോൾ ആ ബില്ല് വെച്ചിട്ടാണ് നമ്മൾ എന്ത് രേഖപ്പെടുത്തുന്നത്, എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ജേണലിലോട്ട് രേഖപ്പെടുത്തുന്നത്. ഇനി അടുത്തായിട്ട് പറയുകയാണ് ദിസ് പ്രാക്ടീസ് പ്രൊവൈഡ് എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് മൂലം, അതായത് എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ജേണലിലോട്ട് എഴുതുന്നത് മൂലം കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻ, എല്ലാ ട്രാൻസാക്ഷൻ്റെയും ഒരു കംപ്ലീറ്റ് റെക്കോർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇൻ വൺ പ്ലേസ് ആൻഡ് ലിങ്ക്സ് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഫോർ ഈച്ച് ട്രാൻസാക്ഷൻ. അതോടൊപ്പം തന്നെ എല്ലാ ട്രാൻസാക്ഷനെയും ഡെബിറ്റും ക്രെഡിറ്റുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ഓരോ ട്രാൻസാക്ഷൻ്റെയും ഡെബിറ്റും ക്രെഡിറ്റുമായിട്ട് എഴുതാനായിട്ടാണ് ഇനി പോകുന്നത്. അപ്പോൾ അതിൻ്റെ റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് ചെറുതായിട്ട് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ തയ്യാറാക്കി. അത് മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒന്നാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യം. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് ആഫ്റ്റർ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഫോർ ഈച്ച് ട്രാൻസാക്ഷൻ ആർ എൻറ്റേർഡ് ഇൻ ദ ജേണൽ ദേ ആർ ട്രാൻസ്ഫേർഡ് ടു ദ ഇൻഡിവിജ്വൽ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ രേഖപ്പെടുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിനെ ഓരോ അക്കൗണ്ടിലോട്ടും ഇൻഡിവിജ്വൽ അക്കൗണ്ടിലോട്ടും നമ്മൾ മാറ്റും. അതിനുശേഷം ആദ്യം നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും വെച്ച് ജേണൽ എഴുതാൻ പഠിക്കാം. അതിനുശേഷം നമുക്ക് ഇൻഡിവിജ്വൽ അക്കൗണ്ടിലോട്ട് എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ള കാര്യം പഠിക്കാം. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ജേണൽ ഈസ് കോൾഡ് ജേണലൈസിങ്. അപ്പോൾ നമ്മൾ ഈ ട്രാൻസാക്ഷനെ ജേണൽ എന്ന് പറഞ്ഞ ബുക്കിനകത്തോട്ട് രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ജേണലൈസിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ട്രാൻസാക്ഷനും ജേണൽ ബുക്കിനകത്ത് രേഖപ്പെടുത്തണം, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ഡെബിറ്റും ക്രെഡിറ്റുമായിട്ടാണ് നമ്മൾ എല്ലാ ട്രാൻസാക്ഷനും രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ അക്കൗണ്ടിലോട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്യും. നമ്മൾ ഈ ജേണലിൽ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് ജേണലൈസിങ്. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ജേണൽ എൻട്രി ടു ഇൻഡിവിജ്വൽ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിനുശേഷം ഇൻഡിവിജ്വൽ അക്കൗണ്ടിലോട്ട് മാറ്റി രണ്ടാമതായിട്ട് ചെയ്യും നമ്മൾ പറഞ്ഞായിരുന്നു. ആദ്യം ജേണൽ ബുക്കിനകത്ത് രേഖപ്പെടുത്തും, അതിനുശേഷം ഇൻഡിവിജ്വൽ അക്കൗണ്ടിലോട്ട് മാറ്റും. അങ്ങനെ ഇൻഡിവിജ്വൽ അക്കൗണ്ടിലോട്ട് ജേണൽ എൻട്രിയിലെ മാറ്റുന്നതിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റിങ്. ആ പോസ്റ്റ് ചെയ്യുന്ന ബുക്കിൻ്റെ പേരാണ് ലെഡ്ജർ. അത് മറ്റൊരു ബുക്കാണത്. ഇപ്പോൾ രണ്ട് ബുക്കുകളെ പറ്റി നമ്മളിവിടെ പഠിച്ചു. ഒന്ന് ജേണൽ ബുക്ക്, അവിടെയാണ് നമ്മൾ ആദ്യം ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം രണ്ടാമത് ചെയ്യുന്ന കാര്യമാണ് ആ ജേണലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഡെബിറ്റിനെയും ക്രെഡിറ്റിനെയും ഓരോ ഇൻഡിവിജ്വൽ അക്കൗണ്ടിലോട്ട് നമ്മൾ മാറ്റും. പിന്നെ ഇപ്പോൾ സെയിൽസ് ആണ് സെയിൽസ് അക്കൗണ്ടിലോട്ട് മാറ്റും, പർച്ചേസ് ആണ് പർച്ചേസ് അക്കൗണ്ടിലോട്ട് മാറ്റും, ക്യാഷുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെയാണ് ക്യാഷ് അക്കൗണ്ടിലോട്ട് മാറ്റും, റെൻറ്റുമായിട്ട് വാടക കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് റെൻ്റെന്ന് പറഞ്ഞ അക്കൗണ്ടിലോട്ട് മാറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ട്രാൻസാക്ഷനെയും ഓരോ അക്കൗണ്ടിലോട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ ഈ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ഈ ജേണലിനെ ആദ്യം അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ആദ്യം രേഖപ്പെടുത്തുന്ന ബുക്കിൻ്റെ പേരാണ് ജേണൽ, അല്ലെങ്കിൽ ഈ ജേണൽ രേഖപ്പെടുത്തുന്ന ബുക്കിൻ്റെ പേരാണ് ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. നമ്മൾ ഈ ജേണൽ എൻട്രി എഴുതുന്ന ബുക്കിൻ്റെ പേരാണ് ജേണൽ എൻട്രി ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ആൻഡ് ദ ലെഡ്ജർ അക്കൗണ്ട്, അതേസമയം നമ്മൾ പറഞ്ഞു ഓരോ അക്കൗണ്ടിലോട്ട് നമ്മൾ ഈ ട്രാൻസാക്ഷനെ മാറ്റുമെന്ന് പറഞ്ഞു. ആ അക്കൗണ്ടിൻ്റെ പേരാണ് ലെഡ്ജർ അക്കൗണ്ട്. ലെഡ്ജർ അക്കൗണ്ടിൻ്റെ പേരാണ് പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് എൻട്രി. രണ്ടാമത്തെ അക്കൗണ്ടിൻ്റെ പേരാണ് പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് എൻട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് ബുക്കുകളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ജേണൽ ബുക്കിൻ്റെ പേര് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, ലെഡ്ജർ ബുക്കിൻ്റെ പേര് രണ്ടാമത് നമ്മൾ തയ്യാറാക്കുന്ന ബുക്കാണ് ലെഡ്ജർ ബുക്ക്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബുക്സ് ഓഫ് പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് എൻട്രി. ജേണലിനെ കുറേ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കുറേ തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് പേര് മാത്രം ഒന്ന് പറഞ്ഞു പോകാം. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ജേണൽ പ്രോപ്പർ എന്നൊന്ന് തിരിച്ചിട്ടുണ്ട്, ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്, പർച്ചേസ് ബുക്ക്, പർച്ചേസ് ജേണൽ ബുക്ക്, സെയിൽസ് ജേണൽ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ജേണൽ ബുക്ക്, സെയിൽസ് റിട്ടേൺ ജേണൽ ബുക്ക്, ബിൽസ് റിസീവബിൾ ജേണൽ ബുക്ക്, ബിൽസ് പേയബിൾ ജേണൽ ബുക്ക്. ഇത്രയായിട്ട് അതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ജേണൽ എൻട്രി എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം.
അതിനുശേഷം നമുക്ക് ലെഡ്ജർ ബുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ തയ്യാറാക്കിയ പോലെ തന്നെ നമ്മൾ ഈ ജേണൽ എൻട്രി തയ്യാറാക്കുന്നതിനും നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഇക്വേഷൻ കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നോക്കാം ഇനി എന്താണ് ജേണൽ എന്ന് നോക്കാം. ജേണലിൻ്റെ ഒരു ഫോർമാറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പം നമ്മൾ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചതാണ്. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നൊക്കെയുള്ള കാര്യം പഠിച്ചതാണ്. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് തയ്യാറാക്കുന്നത്. അപ്പം ഇതാണ് ജേണലിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ആദ്യം ഡേറ്റിൻ്റെ കോളം, രണ്ടാമത് പർട്ടിക്കുലേഴ്സിൻ്റെ കോളം, പർട്ടിക്കുലേഴ്സ് എന്താണെന്ന് പറയാം. മൂന്നാമത് ലെഡ്ജർ ഫോളിയോ. അത് നമ്മൾ ആ കോളം മാത്രം വരച്ചാൽ മതി. അതിൻ്റെ അകത്ത് നമ്മളൊന്നും എഴുതേണ്ട കാര്യമില്ല. അത് നിങ്ങൾ പിന്നീട് ജോലിയിലോട്ടൊക്കെ പ്രവേശിക്കുന്ന സമയത്താണ് അതിൻ്റെ അകത്ത് എഴുതുന്നത്. അതായത് ഇപ്പം ഈ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ എഴുതുന്ന അക്കൗണ്ട് ലെഡ്ജർ ബുക്കിൽ ഏത് പേജിലാണെന്നുള്ള കാര്യമാണ് അതിൻ്റെ അകത്ത് എഴുതുന്നത്. ലെഡ്ജർ ഫോളിയോ ലെഡ്ജർ ബുക്കിൽ ഏത് പേജിലാണ് കിടക്കുന്നത് എന്നുള്ള കാര്യമാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും, ഏതെങ്കിലും ഒരു അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ റൂൾസൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഏതെങ്കിലും ഒരു അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ആ ഡെബിറ്റ് ചെയ്തേക്കുന്ന അക്കൗണ്ടിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ള കാര്യം ഡെബിറ്റ് കോളത്തിൽ എഴുതുക. ക്രെഡിറ്റ് ചെയ്തേക്കുന്ന അക്കൗണ്ടിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ള കാര്യം ക്രെഡിറ്റിൻ്റെ കോളത്തിലും എഴുതുക. ഇനി അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. അപ്പം ഒരു കമ്പനി ഗുഡ്സ് വാങ്ങി പർച്ചേസ് ചെയ്തു. എങ്ങനെയാണ് വാങ്ങിച്ചിട്ടുള്ളത്? ഓൺ ക്രെഡിറ്റ്, പൈസ പിന്നീട് തരാം എന്നുള്ള വ്യവസ്ഥയിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ₹30,000 30,000 രൂപയ്ക്കാണ് ഗുഡ്സ് വാങ്ങിയത്. ഫ്രം ഗോവിന്ദ് ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. ഓൺ ഡിസംബർ 24, 2017 ഡിസംബർ 24, 2017 ഈ പറഞ്ഞിരിക്കുന്ന ഗുഡ്സ് വാങ്ങിയിട്ടുള്ളത്. ഇവിടെ ഒരു ട്രാൻസാക്ഷൻ തന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിനകത്ത് ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ്, ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കുക. അപ്പം ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ്സ് പൈസ കൊടുത്തിട്ടല്ല വാങ്ങിച്ചേക്കുന്നത്, ക്രെഡിറ്റിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കടമായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ₹30,000 30,000 രൂപയ്ക്കാണ് ഗുഡ്സ് വാങ്ങിച്ചിട്ടുള്ളത്. ഫ്രം ഗോവിന്ദ് ട്രേഡേഴ്സിൻ്റെ അടുത്തു നിന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ഗുഡ്സ് വാങ്ങിച്ചേക്കുന്നത്. അപ്പം ഈ ട്രാൻസാക്ഷന് അർത്ഥം ഇത്രേ ഉള്ളൂ. ഡിസംബർ 24, 2017 ഗോവിന്ദ് ട്രേഡേഴ്സിൻ്റെ അടുത്തു നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് കടമായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഗുഡ്സ് വാങ്ങിച്ചേക്കുന്നത് 30,000 രൂപയ്ക്കാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അക്കൗണ്ടിൽ രേഖപ്പെടുത്തില്ല. ഗുഡ്സ് വാങ്ങിക്കുകയാണെങ്കിൽ പർച്ചേസ് എന്നും, ഗുഡ്സ് വിൽക്കുകയാണെങ്കിൽ സെയിൽസ് എന്നുമാണ് അതിന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ പർച്ചേസ് എന്നാണ് എഴുതുള്ളൂ, അല്ലാണ്ട് ഗുഡ്സ് എന്ന് എഴുതില്ല ഒരിക്കലും. ഗുഡ്സ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ പർച്ചേസ് എന്ന് എഴുതും. ഗുഡ്സ് വിൽക്കുകയാണെങ്കിൽ ഗുഡ്സ് എന്ന് എഴുതുന്നതിന് പകരം സെയിൽസ് എന്ന് എഴുതും. അങ്ങനെയാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഒന്നുകൂടി പറയാം. ഗുഡ്സ് വാങ്ങിക്കുകയാണെങ്കിൽ ഗുഡ്സ് എന്ന് പറയുന്നതിന് പകരം അതിന് പർച്ചേസ് എന്നാണ് പറയുന്നത്. ഗുഡ്സ് വിൽക്കുകയാണെങ്കിൽ ഗുഡ്സ് എന്ന് പറയുന്നതിന് പകരം സെയിൽസ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, കമ്പനിയിലോട്ട് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, അസറ്റാണോ ലൈബിലിറ്റി ആണോ, ഇൻകം ആണോ എക്സ്പെൻസ് ആണോ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പർച്ചേസർ ഗുഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗുഡ്സ് വാങ്ങി. ഗുഡ്സ് എന്ന് പറഞ്ഞ എന്നാ ഐറ്റമാണ്? അസറ്റാണ്. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം. പർച്ചേസർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് ചിലവാണ്. ഇപ്പോൾ ക്രെഡിറ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഇന്നലെ നാളെ പൈസ കൊടുക്കണം, ചിലവാണ്. അപ്പോൾ ചിലവ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ ഐറ്റത്തെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. നമ്മൾ ആ ജേണലിലോട്ട് നോക്കിയാൽ നമുക്കറിയാം. പർച്ചേസ് അക്കൗണ്ട് DR എന്ന് അങ്ങനെയാണ് അത് എഴുതേണ്ടത്. അപ്പോൾ ഡെബിറ്റ് ചെയ്യുന്ന സാധനത്തെ എൻ്റെ അടുത്ത് നമ്മൾ എന്തെന്ന് എഴുതും? DR, ഡോക്ടർ എന്ന് എഴുതുന്ന പോലെ DR എന്ന് എഴുതുക. പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. അപ്പം അതിൻ്റെ എമൗണ്ട് എത്രയാണ്? 30,000 രൂപയാണ്. അത് ഡെബിറ്റ് എമൗണ്ടിൻ്റെ കോളത്തിൽ എഴുതുക. 30,000 രൂപ എന്ന് ഡെബിറ്റ് എമൗണ്ടിൻ്റെ കോളത്തിൽ എഴുതുക. അപ്പോൾ എനിക്ക് 30,000 രൂപ ഡെബിറ്റ് എമൗണ്ടിൻ്റെ കോളത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തായിട്ട് ട്രാൻസാക്ഷൻ വായിക്കുമ്പോൾ നമുക്ക് അതിലധികം അക്കൗണ്ട് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഗോവിന്ദ് ട്രേഡേഴ്സിൻ്റെ അടുത്താണ് വാങ്ങിച്ചേക്കുന്നത് ഗുഡ്സ്. അപ്പോൾ നമ്മളെന്താണ്? ഗോവിന്ദ് ട്രേഡേഴ്സിന് പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ പൈസ കൊടുക്കാനുള്ളതിന് നമ്മളെന്താണ് വിളിക്കുന്നത്? ലൈബിലിറ്റി അല്ലേ? അതൊരു ബാധ്യതയാണ്. അപ്പോൾ ഇവിടെ ഗോവിന്ദ് ട്രേഡേഴ്സിൻ്റെ നമ്മൾ പൈസ കൊടുക്കാനുള്ളത്. ക്രെഡിറ്ററാണ്. നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളാണ്. നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളവരെ ഡെപ്റ്റേഴ്സെന്നും സൺട്രി ഡെപ്റ്റേഴ്സെന്നും അങ്ങോട്ട് കൊടുക്കാനുള്ളവരെ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം തന്നെയാണത്. അപ്പോൾ ഇവിടെ സൺട്രി ക്രെഡിറ്റേഴ്സിന് ആരാണ് വന്നേക്കുന്നത്? ഗോവിന്ദ് ട്രേഡേഴ്സാണ്. അത് ലൈബിലിറ്റിയാണ്, ബാധ്യതയാണ്. നമ്മൾ പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലൈബിലിറ്റിന് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നോക്കുക, ടു ഗോവിന്ദ് ട്രേഡേഴ്സ്. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത് CR എന്നല്ല എഴുതുന്നത്,
ഡി ആർന്ന് ഡെബിറ്റ് എഴുതുന്ന പോലെ സി ആർ എന്നല്ല എഴുതുന്നത്, പകരം 2 എന്നാണ് നമ്മൾ ചേർക്കുന്നത്. ക്രെഡിറ്റ് ചെയ്യുമ്പം 2 എന്ന് പറഞ്ഞ് ചേർത്താണ് നമ്മളത് എഴുതുന്നത്. അപ്പോൾ 2 ഗോവിന്ദ് ട്രേഡേഴ്സ് എഴുതുക. അതാണ് അടുത്തൊരു അക്കൗണ്ട് വന്നേക്കുന്നത്, ഗോവിന്ദ് ട്രേഡേഴ്സ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട്, ഗുഡ്സിന് പകരം പർച്ചേസ് അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ആണ്, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്തു. 30,000 രൂപ എന്ന് പറഞ്ഞ് ഡെബിറ്റിൻ്റെ എമൗണ്ട് കോളത്തിൽ എഴുതി. രണ്ടാമത് ആ ട്രാൻസാക്ഷനിൽ സംഭവിച്ചേക്കുന്ന കമ്പനിക്ക് ഒരു ലൈബിലിറ്റി അല്ലെങ്കിൽ ബാധ്യതയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ബാധ്യത അല്ലെങ്കിൽ ലൈബിലിറ്റീനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു ടു ഗോവിന്ദ് ട്രേഡേഴ്സ്. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഗുഡ്സ് പർച്ചേസർ ഓൺ ക്രെഡിറ്റ് ₹430,000 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗോവിന്ദ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് രേഖപ്പെടുത്തുക? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സൺട്രി ക്രെഡിറ്റേഴ്സ്. കാരണം നമുക്ക് ആളുടെ പേരറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ എന്തോന്ന് എഴുതി വെക്കും? സൺട്രി ക്രെഡിറ്റേഴ്സിന് എഴുതി വെക്കും. പക്ഷേ അല്ലെങ്കിൽ ക്രെഡിറ്റർ എന്ന് എഴുതി വെക്കും, സൺട്രി ക്രെഡിറ്റേഴ്സിന് എഴുതി വെക്കും. അങ്ങനെ വിചാരിച്ചാൽ മതി. ക്രെഡിറ്റർ എന്ന് വേണ്ട, സൺട്രി ക്രെഡിറ്റർ എന്നുള്ള കാര്യം എഴുതുമെന്ന് വിചാരിക്കുക. പക്ഷേ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പാർട്ടിയുടെ പേര് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാം? ടു ഗോവിന്ദ് ട്രേഡേഴ്സിന് എഴുതുക. ഇപ്പോൾ 2 എന്ന് ചേർത്തേക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. അത് ക്രെഡിറ്റ് ചെയ്തേക്കുകയാണെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 എന്ന് ചേർക്കുന്നത്. ഡെബിറ്റ് ചെയ്തേക്കുകയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡി ആർ എന്ന് എഴുതും. അപ്പോൾ ക്രെഡിറ്റ് ചെയ്തേക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 എന്ന് എഴുതും. അപ്പോൾ നിങ്ങൾ ആ എഴുതിയേക്കുന്നത് ശ്രദ്ധിച്ചേ. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ തൊട്ടടുത്ത് കുറച്ച് മാറ്റി, പർച്ചേസിൻ്റെ നേരെ താഴെയല്ല എഴുതിയേക്കുന്നത്, കുറച്ച് അത് മാറ്റിയതിന് ശേഷമാണ് 2 ഗോവിന്ദ് ട്രേഡേഴ്സിന് എഴുതിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ജേണൽ എൻട്രിയുടെ ഒരു ഫോർമാറ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ ഡെബിറ്റ് ചെയ്യേണ്ടതിൻ്റെ പർച്ചേസാണ്, പർച്ചേസിന് എഴുതിയിട്ട് അക്കൗണ്ട് എന്നുള്ളതിന് AC എന്ന് ഇടുക. ആ AC എന്ന് ഉദ്ദേശിക്കുന്ന അക്കൗണ്ട് എന്നാണ് നമ്മൾ എഴുതുന്നത്. അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ട് എന്ന് എഴുതാതെ പർച്ചേസ് AC എന്ന് പറഞ്ഞാൽ പർച്ചേസ് അക്കൗണ്ട്, അതിനുശേഷം അതിൻ്റെ നേരെ ഡെബിറ്റ് ചെയ്തുകൊണ്ട് DR എന്ന് എഴുതുക. ഇനി ക്രെഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഗോവിന്ദ് ട്രേഡേഴ്സ് AC അക്കൗണ്ട് എന്നുള്ളതിന് പകരമാണ് അത് നമ്മൾ എഴുതിയേക്കുന്നത്. അതിനുശേഷം CR എന്നല്ല എഴുതുന്നത്, നമ്മൾ ആ ക്രെഡിറ്റ് ചെയ്തേക്കുന്ന ഐറ്റത്തിന് തൊട്ട് മുമ്പിൽ 2 എന്ന് പറഞ്ഞ് ചേർത്തിട്ടാണ് എഴുതുന്നത്. 2 ഗോവിന്ദ് ട്രേഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ക്രെഡിറ്റ് ചെയ്തേക്കുമെന്നാണ് അർത്ഥം. അതിനുശേഷം ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ നമ്മൾ അതിൻ്റെ നേരെ ഗോവിന്ദ് ട്രേഡേഴ്സിൻ്റെ നേരെ 30,000 എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. ഇവിടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് ഡെബിറ്റിൻ്റെ എമൗണ്ടിൽ എഴുതി, ഗോവിന്ദ് ട്രേഡേഴ്സ് ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്രെഡിറ്റിൻ്റെ എമൗണ്ട് കോളത്തിനകത്ത് എഴുതി. അപ്പോൾ അതിൻ്റെ മേളിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതാത് കോളത്തിനകത്തോട്ട് എഴുതുക. ഇനി ചെയ്യേണ്ട കാര്യമാണ് നരേഷൻ എന്നാണ് അതിന് പറയുന്നത്. അതായത് ബ്രാക്കറ്റിൽ ആ ട്രാൻസാക്ഷനെ ചുമ്മാ വന്ന് നമുക്കറിയാവുന്ന രീതി ആ ചോദ്യം വീണ്ടും എടുത്ത് എഴുതിയാലും കുഴപ്പമില്ല. അതായത് നമുക്ക് ആ ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട്, എന്താണ് അവിടെ സംഭവിച്ചേക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷനാണ് ആ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. പർച്ചേസ് ഓഫ് ഗുഡ്സ് ഇൻ ട്രേഡ് ഫ്രം ഗോവിന്ദ് ട്രേഡേഴ്സ്. ഗോവിന്ദ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ആളുടെ നിന്ന് നമ്മൾ ഗുഡ്സ് വാങ്ങിയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഇത് കാണാപ്പാടം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ചോദ്യം അതേപടി എടുത്ത് എഴുതിയാലും തെറ്റില്ല, ഇതിനകത്ത് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അത് നമുക്ക് അധികം ബുദ്ധിമുട്ടുള്ളാക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ജേണലിൻ്റെ ഫോർമാറ്റ് അതേപടി നമ്മൾ വരച്ച് പഠിക്കുക. ആദ്യത്തെ കോളത്തിലെ ഡേറ്റിൽ ഡിസംബർ 24, 2014 ഈ പർച്ചേസ് നടന്നേക്കുന്നത്. 2017 അവിടെ ചെറിയൊരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഡിസംബർ 24, 2017 അപ്പോൾ ഡിസംബർ 24, 2017 നമ്മൾ ഗുഡ്സ് വാങ്ങി, അത് ഡേറ്റിൻ്റെ കോളത്തിൽ എഴുതുക. ഡിസംബർ 24, 2017 എഴുതുക. ഇതിനകത്ത് എഴുതാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അത് നമുക്കത് കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിക്കാത്തത്. അപ്പോൾ ഞാൻ 17 മാത്രമേ എഴുതിയുള്ളൂ. നിങ്ങൾ ഡിസംബർ 24, 2014 മാറ്റി 2017 എഴുതുക. അതിനുശേഷം പർട്ടിക്കുലേഴ്സ് കോളത്തിനകത്ത് ഏതിനെയാണോ ഡെബിറ്റ് ചെയ്തേക്കുന്നതെന്ന് കാണിക്കുക, ക്രെഡിറ്റ് ചെയ്തേക്കുന്നതെന്ന് കാണിക്കുക. ഡെബിറ്റ് ചെയ്യുമ്പോൾ DR എന്ന് എഴുതുക. ഏതാണോ ഐറ്റം അതിനൂടെ അക്കൗണ്ടിന് പകരം AC എന്ന് എഴുതുക. അക്കൗണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. DR എന്ന് ചേർക്കുക. ക്രെഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് മാറ്റി, ഡെബിറ്റ് ചെയ്തതിൻ്റെ താഴെ തന്നെ കുറച്ച് മാറ്റി റൈറ്റ് സൈഡിലോട്ട് മാറ്റിയിട്ട് 2 എന്ന് ചേർത്ത് എഴുതുക. 2 ഗോവിന്ദ് ട്രേഡേഴ്സ് അക്കൗണ്ടിന് പകരം AC എന്ന് എഴുതുക. രണ്ടിൻ്റെ എമൗണ്ട്, ഡെബിറ്റ് ചെയ്തേക്കുന്നതിൻ്റെ എമൗണ്ട് ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് ചെയ്തേക്കുന്നതിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് കോളത്തിലും കാണിക്കുക. അപ്പോൾ അതിനുശേഷം അതിനൊരു ചെറിയൊരു നരേഷൻ, ഒരു വിവരണം കൊടുക്കുക. പർച്ചേസ് ഓഫ് ഗുഡ്സ് ഇൻ ട്രേഡ് ഫ്രം ഗോവിന്ദ് ട്രേഡേഴ്സ്. ഗോവിന്ദ് ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തെന്നാണ് അതിൻ്റെ അർത്ഥം. അതിനുശേഷം ആ ഒരു കോളം പർട്ടിക്കുലേഴ്സിൻ്റെ കോളത്തിൻ്റെ അടിയിൽ ഒരു വരയിടുക. ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു വരയിടുക. അതായത് പർട്ടിക്കുലേഴ്സിൻ്റെ കോളത്തിൽ മാത്രം ഇട്ടാൽ മതി. ഡെബിറ്റ് എമൗണ്ടിൻ്റെ കോളത്തിലും ക്രെഡിറ്റ് എമൗണ്ടിൻ്റെ കോളത്തിലും ഡേറ്റിൻ്റെ കോളത്തിലൊന്നും അങ്ങനെ കൊണ്ട് വരയിട്ടേക്കില്ല. പർട്ടിക്കുലേഴ്സിൻ്റെ കോളത്തിൽ മാത്രം അങ്ങനെ ഒരു വരയിടുക. ആ ട്രാൻസാക്ഷൻ തീർന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആ ഒരു വര. ഇനി നമുക്ക് അടുത്തായിട്ടൊരു വലിയൊരു പ്രോബ്ലത്തിലോട്ട് പോകാം.